ಕಿಶನ್ಜಿ ನಾನು ತಪ್ಪು ಮಾಡಲಿಲ್ಲ. ನನಗೆ ಅಡುಗೆ ಎಂಬಸ್ಬಿಟ್ರು. ನನ್ನ ಲೆಕ್ಕದಲ್ಲಿ ನಿನ್ನ ಆಯುಸು ಮುಗ್ದು ಹೋಗಿದೆ. ಆದ್ರೆ ಗೋವಿಂದ್ಜಿ ನನಗೆ ಇನ್ನೊಂದು ಸಂದರ್ಭ ಕೊಡ್ತಾ ಇದೆ. ಅದಕ್ಕೆ ನಿನ್ನನ್ನ ಜೀವ ಸಹಿತ ಬಿಡ್ತಾ ಇದೆ. ಹುಷಾರು, ಸ್ವಲ್ಪ ನಿಧಾನ ಮಾಡು. Do it carefully. Hey, follow him. You. പന്ന മഹേന്ദ്ര റെഡ്ഡി, നായിഡു സ്ട്രീറ്റിൽ നീ വെച്ച ഈ കാല് ഞാൻ എടുക്കുക. അയ്യോ, തിരുപ്പതി വെങ്കടാചലപതി, സത്യമാ ഞാനിനി മിണ്ടരുത്. ഗോവിന്ദ്ജി അവനെ വിട്ടാൽ വെങ്കടാചലപതി അല്ലടോ, ഗോവിന്ദ്ജി. ഇനി ആ പരിസരത്തെങ്ങാനും എത്തി നോക്കിയാൽ ഒന്നും ചെയ്തിട്ടില്ലടാ. ഗ്യാങ് വാറുകൾ ഇവിടെ സ്ഥിര. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഇടപെടാറില്ല. അല്ല, ഇനി അങ്ങനെ ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പോലീസിൽ തന്നെ പകുതിയിലധികം പേരും അവരുടെ കൂടെയാ. ബാക്കിയുള്ളവർക്ക് പേടിയും. സുധാകരൻ ഏത് കൂട്ടത്തില? ഞാൻ രണ്ടാമത്തെ കൂട്ടത്തില. എന്താടോ നമ്മുടെ ഹീറോയുടെ പേര്? കിഷൻജി. മുഴുവൻ പറഞ്ഞ നവനീത കൃഷ്ണൻ. ഗുണ്ടകൾക്കിടാൻ പറ്റിയ പേര്. അയ്യോ, എന്നാ കിടപ്പായത്? എന്നതാണോ നായരെ? പുതിയ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തല്ലേ ഉള്ളൂ. കേട്ടിട്ടില്ലേ ജീവനെ പറ്റി? പൂനെ കിട്ടുകിടാന്ന് പറപ്പിച്ച സിംഹമല്ലയോ ജീവൻ. ഏതൊക്കെ അസ്ഥിയാ പൊട്ടിയത്? കേട്ടോ മിസ്റ്റർ അയ്യർ, പൂനെ ക്ലീൻ സിറ്റി ആക്കി കളഞ്ഞില്ലേ ജീവൻ. അയ്യർക്കറിയില്ലേ, ഇബ്രാഹിം റാവുത്തർ പൂന അധോലോകത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു. നല്ല അസല് മനുഷ്യനാ. ഒരൊറ്റ രാത്രി കൊണ്ടല്ലേ ജീവൻ അയാളെ തൂക്കി അകത്താക്കി കളഞ്ഞത്. ഇവിടെ എന്തു പറ്റിയിട്ടേ സിംഹക്കുട്ടിക്ക്? ഇതൊന്നും അത്ര സാരമാക്കാനിടൂ. നമ്മളിങ്ങനെ എത്ര തല്ല് കൊണ്ടതാ, ഇനി എത്ര കൊള്ളാനിരിക്കുന്നു. വേദനയുണ്ടോ? നല്ല വേദനയുണ്ട്. പിന്നെ വേദനിക്കാതിരിക്കൂ. താനിത് എവിടുത്തെ മനുഷ്യനാളായനെ? അടി എന്ന് പറഞ്ഞാൽ അത് തല്ലിയോ? കേട്ടോ മിസ്റ്റർ കണ്ടക്കാരെ? ഓ, ഐ ആം സോറി. सुनिए मिस्टर कंडक्टर, IPS परीक्षा में जीवन को फर्स्ट रैंक मिला है. ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ഈ അവസ്ഥയിൽ തന്നെ വേണോ? എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാന്നുണ്ട്. അല്ലേ, അത് കൊള്ളാം. റെസ്റ്റ് പിന്നെ വേണ്ടായോ? വേഗം ഇവിടെ നിന്ന് എഴുന്നേറ്റാട്ടെ. എന്നിട്ട് വേണം നമുക്ക് ആ പൂലാ സ്റ്റൈൽ കാച്ചി വിടുന്ന കാച്ചാൻ. അപ്പൊ ഞാൻ അറിയട്ടെ. നിങ്ങൾ എന്തായി നോക്കിയിരിക്കുന്നേ? ജീവ, ഒരു രണ്ടെണ്ണം വിട്ടേച്ച് കിടന്നാൽ വേദനയൊന്നും അറിയത്തേ ഇല്ല. എടോ നായരെ, താനൊക്കെ എന്തിനാടോ? ഓറഞ്ച് ജ്യൂസ്. കിഷൻജിയുടെ ലീഡർഷിപ്പിലുള്ള ഗോവിന്ദ്ജിയുടെ ഗ്യാങ്ങും മുഹമ്മദ് ഇബ്രാഹിമിന്റെ ലീഡർഷിപ്പിലുള്ള മഹേന്ദ്ര റെഡ്ഡിയുടെ ഗ്യാങ്ങുമാണ് ഇവിടുത്തെ പ്രധാന ഗ്യാങ്ങുകൾ. ഇയാളാണ് മുഹമ്മദ് ഇബ്രാഹിം, മഹേന്ദ്ര റെഡ്ഡിയുടെ വലങ്കൈ.
തെരുവുകളിൽ എവിടെയെങ്കിലേക്കായി ഇവർ ഏറ്റുമുട്ടാത്ത ദിവസങ്ങളില്ലാന്ന് തന്നെ പറയാം. ഒരു കാലത്ത് ഒന്നിച്ച് ബിസിനസ് തുടങ്ങിയവരാണ്. ഇന്റർനാഷണൽ മാഫിയ കണക്ഷൻസ് ഉള്ള ഗോവിന്ദിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. വിമൽ റേ കൽക്കത്തക്കാരനാ. ഇവൻ പ്രത്യേകിച്ച് കേരളമൊന്നും പെട്ടവനല്ല. ചെറിയ ചില കൂട്ടിക്കൊടുപ്പും മോഷണങ്ങളും പൊതുവിൽപ്പനയ്ക്കായി അങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഫയൽ ഓവർ. അപ്പോ നമ്മുടെ കിഷൻജി ഒഫീഷ്യൽ ലിസ്റ്റിലില്ല. ഗോവിന്ദ്ജി, മഹേന്ദ്ര റെഡ്ഡി, കൃഷ്ണൻജി ഇവരെയൊക്കെ ക്രിമിനൽ ലിസ്റ്റ് ചേർക്കാൻ മാത്രം തന്റെ ഇടം സർക്കാരിനോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് എന്നേ ഗതി പിടിച്ചേനെ സർ. അപ്പൊ കുറഞ്ഞ പക്ഷം അവരെയൊക്കെ ഒഫീഷ്യൽ ലിസ്റ്റിലെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി, അല്ലേ സർ? മെഡിക്കൽ ലീവ് തീരും മുമ്പ് നാട്ടിലൊന്ന് പോണം. അമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പാലക്കാട് വിട്ടൊരു ലോകയില്ല. മംഗലാപുരത്തേക്കെന്ന് പറഞ്ഞാ ഒട്ടും വരില്ല. എന്നാലൊരു ശ്രമം. Cheers. കൈക്കെന്ത് പറ്റി? ഓ, ചെറിയൊരു ആക്സിഡന്റ്. വണ്ടിയിലൊക്കെ പോകുമ്പോ സൂക്ഷിക്കണ്ടേ? ആ, ഞാൻ കുറുപ്പ്, പ്രൊഫസർ കുറുപ്പ്. ഞാൻ നായരാ. ആ, രസികനാണല്ലോ. നമ്മുടെ ശരിക്കുള്ള പേരെന്താ? ജീവൻ. ആ, അത് നന്നായി, വളരെ നല്ലത്. ഉറപ്പെട്ടു. ഇപ്പോഴത്തെ ട്രെയിനിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും Excuse me. ഓ, ഹലോ. ഓർമ്മയുണ്ടോ? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ, പക്ഷെ ഓർത്തെടുക്കാൻ പറ്റണില്ല. ശരിക്കും ഇല്ല, പിടികിട്ടണില്ല. എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഏയ്, nothing. ആളുകളെ ഇങ്ങനെ കുഴപ്പത്തിലാക്കിയിട്ട് എന്താ ഒരു പുണ്യം? എന്താ വെച്ചാ തുറന്നു പറഞ്ഞോളൂ. മംഗലാപുരത്തെ അധോലോക രാജകുമാരന് ഒരു സാധാ പോലീസ് കമ്മീഷണറുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഡ്രാമയുടെ ആവശ്യമുണ്ട്. നവനീത കൃഷ്ണനെ അറിയാല്ലേ? നമ്മുടെ കിച്ചുവാന്ന് വെച്ചാവും. ആ, ഇടയ്ക്കൊക്കെ അവൻ ഗോവയിലോ മംഗലാപുരത്തോ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അനന്തകൃഷ്ണൻ, ഒറ്റപ്പാലം NSS കോളേജിലെ ബോട്ടണി ലെക്ചറാണ്. സോറി, വിസിറ്റിംഗ് കാർഡെല്ലാം തീർന്നു. സാരമില്ല. NSS കോളേജിൽ ബോട്ടണി ലെക്ചറർ ആണെന്നല്ലേ പറഞ്ഞത്? ഓർണിത്തോളജി, ബേർഡ് വാച്ചിങ് എൻ്റെ ഹോബി. ഓഹോ. നവനീത് കൃഷ്ണൻ എൻ്റെ ട്വിൻ ബ്രദറാണ്. ഇയാളേക്കാൾ 12 മിനിറ്റ് മൂത്തതാ മറ്റേ. നോക്കി നിൽക്കാതെ ചാടി എടുക്കടാ കഴുതേ. ഓ, ആർക്കടി ഫോൺ? അച്ഛനല്ല, തർക്കുത്തരം അല്ല, അതൊന്നും പറയാൻ പഠിച്ചിട്ടില്ല. 10 ഗുണം 10 ഗുണം. കാലത്ത് തന്നെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ആ, അനന്തേട്ടാ, അനന്തേട്ടാ, എന്താടി? എത്ര നേരായി? ആ, ഫോണുണ്ട്. നീ നമ്പർ വാങ്ങി വെക്കേ, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറ. ഇതാ ഡിസ്കവറി ചാനലുകാരാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ 10 മണിക്ക് മുമ്പ് അങ്ങ് സ്പോട്ടിൽ എത്തിക്കോളാന്ന് പറ. എനിക്ക് വയ്യ, മഴ കൊടാന്ന് ഇംഗ്ലീഷാ. ഒരു ഫോണിന് റിപ്ലൈ ചെയ്യാൻ വേയെങ്കിൽ നീ എന്ത് MSc അടി പഠിക്കണേ? ഓടി എഴുതേ, പോയി പറ. നിനക്ക് അപ്പുറത്ത് വരുന്ന പഠിച്ചൂടെ? ഇവിടെ എന്താ ഹലോ, ഈസ് ടേക്കിംഗ് ബാത്ത് 10 o'clock. ഈസ് കമ്മിങ് ടു സ്പോട്ട്. ഓക്കെ, താങ്ക് യു. എന്തു പറഞ്ഞു? ഈസ് ടേക്കിംഗ് ബാത്ത് 10 o'clock. He is coming to spot. Okay, thank you. പൊടി. അങ്ങനെയൊന്നല്ലേട്ടാ, നല്ലോണം തന്നെ പറഞ്ഞേ. അവിടെ ഇരുന്ന് പഠിക്കല്ല, നീ പ്രീ ഡിഗ്രിക്ക് തോക്കും. അപ്പോഴും കാണണേ ഈ തമാശ. അപർണേ, ദാ വരണോ. അവക്ക് കരുനാക്കാ, നീ സൂക്ഷിച്ചോ. ഓ, എനിക്കിപ്പോ അങ്ങനെ പേടിയൊന്നുമില്ല. പ്രീ ഡിഗ്രിക്ക് തോറ്റവരെ കെട്ടാനും ആരെങ്കിലും ഒക്കെ വരാണ്ടിരിക്കൊന്നുമില്ലല്ലോ. എന്ത് എന്ത് ഇത് കേട്ടോ അമ്മേ? ഓ, ഒരു വലിയ കാര്യം കിട്ടിയിരിക്കുന്ന വിചാരം. നിനക്ക് ഇത്തിരി കൂടണ്ട്. അല്ല, ഏയ്, എന്താ കാലത്ത് ഏട്ടനും അനിയത്തി കൂടെ? അച്ഛൻ ദേഷ്യം പിടിക്കണതിൽ ഒരു തെറ്റുമില്ല.
ഇവക്ക് ഇത്തിരി ജാസ്തിയാ. ആ അത് പിന്നെ മുറിച്ചാ മതി. നീ വേഗം ഒന്ന് ഈ നാളികേരം ചരികെ. ഇനിയിപ്പോ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി ഒറ്റ പോക്കാവും. അവളെയും കൂടി ഇങ്ങോട്ട് വിളിച്ചാലെന്താ? അവളോടെ പഠിക്കൊന്നുമല്ല. ഇന്നിവിടെ കഞ്ഞിയും വെള്ളമൊന്നും ഇല്ലേ? കാലത്ത് മുതൽ പറമ്പിലാ. വിശപ്പും ദാഹവും ഒക്കെ കാണും. മനുഷ്യനാ. ഇതിൽ അയക്കണു. കയ്യും മോൻ കഴിയിട്ട് വന്നോളൂ. Wilfred. Yeah. Get me a closer look at the left leg of the left one. See that? But any species for that matter, individual variations are expected to a minor extent, if I'm right. Could be. Possible. I think it's high time we give some identity marks. I do agree I'm old-fashioned, but sometimes it works. അവറ്റയുടെ സ്വൈരം കെടുത്തിക്കൊണ്ട് റിസർച്ച് ചെയ്യാൻ റയർ കാറ്റഗറിയിൽ പെടുന്നൊന്നുമല്ലല്ലോ. Willie, Yeah? how and why they are here in this climatic reality? That should be our only area of concern. Since we've confirmed the species, what we should now proceed with is more of its environmental aspects and their behavioral pattern. If you dare intrude into their niche, then you don't get their behaviors right. Yeah, that's true. I'll be right back. കോളേജിൽ പോയിരുന്നു. മിക്കവാറും ലീവ് അല്ലേ? കുറച്ചു ദിവസമായി. ആഫ്രിക്കൻ വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരിനം പ്രാവിനെ ഇവിടെ കണ്ടെത്തി. അതിന്റെ ഒരു സ്റ്റഡി നടക്കുക. അല്ല, അന്ന് പറഞ്ഞൊന്നും അത്രയ്ക്കങ്ങോട്ട് വിശ്വാസം വന്നിരുന്നില്ലല്ലേ? എക്സാക്ട്ലി. ദാറ്റ്സ് മൈ പ്രോബ്ലം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. കിച്ചുവായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ജീവൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വീട്ടിൽ ആരോടും പറയില്ല. അവിടെ ആരും അവനെപ്പറ്റി സംസാരിക്കാറില്ല. അവനെപ്പറ്റി കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടവും അച്ഛന് ദേഷ്യവും. പ്രൊഫസർ കുറുപ്പിനെ പരിചയപ്പെട്ടില്ലേ?